ആയിരിക്കട്ടെ. എൻ്റെ പേര് മെൻഡോ, ഇതെൻ്റെ വൈഫ്. ഞങ്ങളുടെ മകൾ ഹന്ന. ഞാനിവിടെ ഉടമ്പടി എടുത്ത 2024 ജനുവരി 26 തീയതിയാണ്. ഉടമ്പടി എടുക്കാനായിട്ടുണ്ടായ കാരണം എന്ന് പറയുന്നത് 2023 ജൂലൈ മാസം ഞങ്ങളുടെ കുഞ്ഞിനൊരു പനി വരികയും ഡോക്ടറെ കാണിക്കുകയും ചെയ്തു. ഡോക്ടറെ കാണിച്ചപ്പോൾ പനി കുഴപ്പമൊന്നുമില്ല, പക്ഷേ പരിശോധിച്ച് നോക്കിയപ്പോൾ വയറിലൊരു ചെറിയൊരു തടിപ്പ് പോലെ തോന്നി. ഡോക്ടർ സ്കാൻ ചെയ്യാൻ പറഞ്ഞു. അൾട്രാസൗണ്ട് സ്കാനിങ് എടുത്തപ്പോൾ അതിനകത്തൊരു ചെറിയൊരു മുഴയുണ്ടെന്ന് കണ്ടെത്തി. ഡോക്ടർ പറഞ്ഞു വിശദമായിട്ടുള്ളൊരു പരിശോധന വേണം, എറണാകുളത്ത് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെ എറണാകുളത്ത് അമൃതയിൽ ആദ്യം കൊണ്ട് കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ബ്ലഡ് ടെസ്റ്റ് എഴുതി, CT സ്കാൻ എഴുതി. ബ്ലഡ് ടെസ്റ്റിൽ AFP എന്ന് പറയുന്നൊരു ബ്ലഡ് കൗണ്ട് നോർമലി 10 താഴെ പാടുള്ളൂ. അത് ഏകദേശം 4 ലക്ഷത്തിന് മുകളിലുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു ക്യാൻസറാണ് എന്ന് പറഞ്ഞു. CT എടുക്കാൻ പറഞ്ഞു. CT എടുത്തു. അത് ഏകദേശം ഒരു 9 സെൻറ്റിമീറ്റർ വലിപ്പം ഉണ്ടായിരുന്നു. ലിവറിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നാട്ടിലുള്ളൊരു നമ്മുടെ പരിചയത്തിൽ ഡോക്ടറുണ്ട്. ഡോക്ടർക്ക് റിസൾട്ട് അയച്ചു കൊടുത്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ആസ്റ്ററിലെ ഡോക്ടറുടെ ഒരു പരിചയത്തിൽ ഒരു ഡോക്ടറുണ്ട്, അപ്പോൾ അവിടുത്തെ PROയുടെ നമ്പർ തന്നു. അങ്ങനെ ഞങ്ങൾ ആസ്റ്റർ ഹോസ്പിറ്റലിൽ വന്നു. അവിടെ സർജനെ കാണിച്ചു. അപ്പോൾ സർജൻ പറഞ്ഞു ചെസ്റ്റിൻ്റെ CT കൂടെ എടുക്കണം എന്ന് പറഞ്ഞു. ചെസ്റ്റിൻ്റെ CT എടുത്തു. അതിൽ കുഴപ്പമൊന്നും കണ്ടില്ല. അങ്ങനെ ഞങ്ങൾ ഓൺകോളജി ഡോക്ടറെ കണ്ടു. ഓൺകോളജി ഡോക്ടറെ കണ്ടപ്പോൾ പറഞ്ഞു കീമോ വേണം, സർജറി വേണം. അങ്ങനെ കീമോ സ്റ്റാർട്ട് ചെയ്തു. 2 കീമോ കഴിഞ്ഞു. സർജറി സെപ്റ്റംബർ മാസം 5 തീയതി സർജറി പറഞ്ഞു. ഈ കീമോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ കയ്യിലാണെങ്കിൽ സാമ്പത്തികമായിട്ട് ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിയ സമയത്താണ് ഞങ്ങൾക്ക് ഈ ബുദ്ധിമുട്ട് വരുന്നത്. അപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ESI ഉണ്ടായിരുന്നു. പക്ഷേ ചോദിച്ച സമയത്ത് പറഞ്ഞു ആദ്യം ഹോസ്പിറ്റലിൽ കിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അന്വേഷിച്ചു. 1 കീമോ കഴിഞ്ഞു. അതിന് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് സാമ്പത്തിക സഹായം കിട്ടി. അങ്ങനെ ഫസ്റ്റ് കീമോ കഴിഞ്ഞു. രണ്ടാമത്തെ കീമോ ചെയ്യാൻ നേരത്ത് ഞങ്ങളുടെ ഓഫീസിലുള്ള സാറ് പോയി അന്വേഷിച്ചു. അങ്ങനെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു ESI ഇൻഷുറൻസ് കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ബാക്കി 1 കീമോ കഴിഞ്ഞു. സർജറിക്ക് വന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു സർജറിക്ക് ESI ഇവിടെ ഇല്ല. അപ്പോൾ അങ്ങനെ 5 ലക്ഷം രൂപയാണ് ഞങ്ങളോട് പറഞ്ഞത്. ഞങ്ങളിങ്ങനെ വീട്ടിൽ വന്നിരിക്കും. വൈഫിനോട് ചോദിച്ചു നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ദൈവം തരും, അല്ലാതെ വേറെ ആരും തരാനായിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ വൈഫിൻ്റെ സിസ്റ്ററിൻ്റെ ഒരു ഫ്രണ്ട് വഴി ഞങ്ങൾക്ക് കൃപാസനം മാതാവിൻ്റെ ഒരു കാശ് രൂപം കിട്ടി. അപ്പോൾ ആ ഫ്രണ്ട് പറഞ്ഞു അങ്ങനെ കൃപാസനത്തിൽ ഉടമ്പടി ഉണ്ട്, ഉടമ്പടി എടുക്കണം, പ്രാർത്ഥിക്കണം. ഇപ്പം അപ്പം അങ്ങനെ കാശ് രൂപം കിട്ടി. ഞങ്ങൾ കാശ് രൂപം വൈഫ് കൊന്തയിൽ കൊളുത്തിയിട്ടു, പ്രാർത്ഥിച്ചു തുടങ്ങി. അങ്ങനെ ജപമാലയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കൊച്ചിനെ കൊണ്ട് പോകുമ്പോൾ ഇവിടെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ തലമുറയുടെ അടിയിൽ ഈ കാശ് രൂപവും കൊന്തയും വെച്ചിട്ടാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ സർജറിയുടെ സമയമായി. ഫണ്ട് എവിടെ നിന്നാണ് വന്നതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. 5 ലക്ഷം രൂപ പറഞ്ഞത് അത് 3.25 ലക്ഷം രൂപ മാത്രമേ വേണ്ടി വന്നുള്ളൂ. ഞങ്ങളോട് പറഞ്ഞത് 9 ദിവസമാണ് ICUവും വാർഡിലുമായിട്ട് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. അത് ഏകദേശം 3-5 ദിവസം കൊണ്ട് ഞങ്ങൾക്ക് ഡിസ്ചാർജ് ചെയ്ത് പോരാൻ പറ്റി. കുഴപ്പമൊന്നും ഉണ്ടായില്ല. അത് കഴിഞ്ഞ് സർജറി കഴിഞ്ഞ് 4 കീമോ കൂടി ആവശ്യം വന്നു. അങ്ങനെ 4 കീമോ കഴിഞ്ഞു. ഡിസംബർ മാസം 14 തീയതിയോടുകൂടി ഹോസ്പിറ്റലിൽ നിന്ന് ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് കൗണ്ടെല്ലാം നോർമലായി, കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ലാസ്റ്റ് കീമോയ്ക്ക് മുമ്പുള്ള ചെക്കപ്പിൽ ലാസ്റ്റ് കീമോ കഴിഞ്ഞു. ബ്ലഡ് ടെസ്റ്റ് എടുത്തു. ബ്ലഡ് ടെസ്റ്റ് എടുത്തപ്പോൾ അത് നോർമലി 10 താഴെ പാടുള്ള കൗണ്ട്. അത് 10.28 എന്നുള്ള ലെവലിൽ കാണിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും പേടിയായി. ഞങ്ങൾ ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ മൊബൈലിൽ റിസൾട്ട് വന്നപ്പോഴാണ് ഞങ്ങൾ വിളിച്ചത്. ഡോക്ടറെ വിളിച്ച് ചോദിച്ചു
അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് നോക്കാം, ചിലപ്പം ലാബിൻ്റെ വേരിയേഷനൊക്കെ അങ്ങനെ വരാറുണ്ട്, ചിലപ്പോൾ 3 പോയിൻ്റൊക്കെ കൂടുതൽ കാണിക്കാറുണ്ടെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം CT എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു. അങ്ങനെ പിറ്റേ ദിവസം CT എടുത്തു. അതിൽ നോക്കിയപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷെ നമ്മുടെ ഉള്ളിൽ ഈ കൗണ്ട് ഇങ്ങനെ കൂടുന്ന കണ്ടപ്പോൾ പിന്നീട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. അങ്ങനെ ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞു വീട്ടിൽ വന്നു. ഫെബ്രുവരി മാസത്തിൽ 13-ാം തീയതിയാണ് ആദ്യത്തെ ചെക്കപ്പ് ഉണ്ടായിരുന്നത്. ഫെബ്രുവരി 10-ാം തീയതി ഞങ്ങളിവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. കുഞ്ഞിൻ്റെ തലയിൽ അച്ഛൻ കൈവച്ച് പ്രാർത്ഥിച്ചു. ഒരു കാശുരൂപം കൊടുത്തു. ഈ കാശുരൂപം ഞങ്ങൾ കുഞ്ഞിൻ്റെ കഴുത്തിൽ മാലയിൽ കൊളുത്തിയിട്ടു. 13-ാം തീയതി ഞങ്ങൾ ചെക്കപ്പിന് പോയി. ഉടമ്പടി തൈലം ഉപയോഗിച്ച് ഓപ്പറേഷൻ ചെയ്ത ഭാഗത്തും നെറ്റിയിലും കുരിശ് വരച്ചാണ് പോവുക. ലാബിൽ ടെസ്റ്റിന് പോകുമ്പോൾ ഉടമ്പടി ഉപ്പ് ലാബിൻ്റെ ഫ്രണ്ടിൽ വിതറും. സ്കാനിങ്ങിന് കയറുമ്പോൾ സ്കാനിങ് റൂമിൻ്റെ ഫ്രണ്ടിൽ ഉടമ്പടി ഉപ്പ് വിതറിയിട്ടാണ് ഞങ്ങൾ കയറിക്കൊണ്ടിരുന്നത്. ടെസ്റ്റ് കഴിഞ്ഞു. ബ്ലഡ് കൗണ്ട് 3 പോയിൻ്റ് എന്നുള്ള ലെവലിൽ കാണിച്ചു. നോർമലായി, കുഴപ്പമൊന്നുമില്ല. സ്കാനിങ് കഴിഞ്ഞു, സ്കാനിങ്ങിൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ അതിന് ശേഷം ഞങ്ങളുടെ 3 ചെക്കപ്പ് കഴിഞ്ഞു. കുഞ്ഞിൻ്റെ 3ലും ബ്ലഡ് കൗണ്ടും സ്കാനിങ് റിപ്പോർട്ടും നോർമലാണ്, ഒരു കുഴപ്പമില്ല. ഡോക്ടർ പറഞ്ഞു നല്ല റിസൾട്ടാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് മാതാവിന് 1000 നന്ദി. രണ്ടാമത്തെ സാക്ഷി എന്ന് പറയുന്നത്, ഞങ്ങളുടെ ഈ പ്രശ്നങ്ങളുള്ള സമയത്ത് ഡിസംബർ മാസത്തോടു കൂടി ഞങ്ങളുടെ വൈഫിനൊരു എഡ്യൂക്കേഷൻ ലോൺ ഉണ്ടായിരുന്നു. അത് 2013 എടുത്തതാണ്. അത് ആദ്യം കുറേ എമൗണ്ടൊക്കെ അടച്ചു. അതിനുശേഷം പിന്നെ അന്നിരുന്ന മാനേജർ പറഞ്ഞു ഇപ്പോൾ ലോണിന് തൽക്കാലം അടയ്ക്കേണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ അവരത് അടയ്ക്കാതായി. ഈ 2023 ഡിസംബർ ആയപ്പോൾ ഞങ്ങൾക്കൊരു നോട്ടീസ് വന്നു. 4,92,000 രൂപ, ഏകദേശം 5 ലക്ഷം രൂപയുടെ അടുത്തത് അടയ്ക്കണം, ഇല്ലെങ്കിൽ ജപ്തി എന്ന് പറഞ്ഞു വന്നു. ഞാൻ ബാങ്കിൽ വേറെ ബാങ്കുകളിൽ പരിചയത്തിലുള്ള മാനേജർമാരൊക്കെ ആയിട്ട് സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇതങ്ങനെ ജപ്തി ചെയ്യാനായിട്ട് വഴിയില്ല, കാരണം നമ്മൾ ആധാരമൊന്നും വെച്ചിട്ടല്ലല്ലോ ഇതെടുക്കുന്നത്, കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. പക്ഷേ അത് ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരി മാസം ആയപ്പോഴത്തേക്ക് അത് RR റവന്യൂ റിക്കവറിയുടെ ലെവലിലേക്ക് എത്തി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞങ്ങനെ വക്കീലിൻ്റെ നോട്ടീസും വന്ന് ഇത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, വൈഫിനോട് പറഞ്ഞു എന്തായാലും ബാങ്കിലൊന്ന് പോയി സംസാരിക്കാൻ പറഞ്ഞു. ബാങ്കിൽ പോയി സംസാരിച്ചു. അപ്പോൾ മാനേജർ പറഞ്ഞു നമുക്കിതിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനായിട്ടില്ല. പിന്നെ അവർ പറഞ്ഞു ഒരു വൈഫ് അപ്പോൾ ഇത് പ്രാർത്ഥിച്ചിട്ടാണ്, മാതാവിനോട് പ്രാർത്ഥിച്ചാൽ പോയിക്കൊണ്ടിരുന്നത്, എന്തെങ്കിലും ഇളഞ്ഞ് കിട്ടണം. ഞങ്ങൾക്ക് ഈ 5 ലക്ഷം രൂപയൊന്നും ആ സമയത്ത് ഞങ്ങൾക്ക് എടുക്കാനായിട്ടുണ്ടായിരുന്നില്ല. 5 ലക്ഷം പോയിട്ട് 1 ലക്ഷം പോലും തേച്ചെടുക്കാൻ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് ബാങ്കിൽ പോയി വൈഫ് സംസാരിച്ചപ്പം ആ മാനേജർ 5 ലക്ഷം എന്നുള്ളത് 2 ലക്ഷം രൂപയാക്കി കുറച്ചു. ഇനി ഇതിൽ നിന്ന് കുറയ്ക്കാനായിട്ട് പറ്റില്ല, 2 ലക്ഷം രൂപ എന്തായാലും അടയ്ക്കണം എന്ന് പറഞ്ഞു. ആ സമയത്ത് വില്ലേജിൽ നിന്ന് വിളിച്ചു. ബാങ്കിൽ നിൽക്കുമ്പോൾ വില്ലേജിൽ ഇതിൻ്റെ പിറ്റേ ദിവസം ബാങ്കിൽ നിന്നും കളക്ടറേറ്റിൽ നിന്ന് ആൾക്കാർ വരാൻ വേണ്ടി ഇരിക്കുകയാണ്, വീട്ടിൽ ജപ്തി നോട്ടീസ് ഒട്ടിക്കാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും കറക്റ്റ് സമയത്ത് പോയിട്ട് അന്വേഷിക്കാൻ പറ്റി. അവർ ബാങ്കിൽ നിന്ന് ആദ്യം 20,000 രൂപ അടയ്ക്കാൻ പറഞ്ഞു, അതുകൊണ്ട് അടച്ചു. പിന്നെ കറക്റ്റ് സമയം മാർച്ച് മാസത്തിലാണ് ഞങ്ങളടുത്ത് ക്ലോസ് ചെയ്യാൻ പറഞ്ഞത്. മാർച്ച് മാസം 31-ാം തീയതി എല്ലാ പേപ്പറും, അതായത് ഫുൾ എമൗണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് മാതാവ് ഒരു വഴി കാണിച്ചു തന്നു. അങ്ങനെ ക്ലോസ് ചെയ്ത് 31-ാം തീയതി ലാസ്റ്റ് ദിവസം ഞങ്ങൾക്ക് വില്ലേജിൽ നമ്മൾ എല്ലാം ചെയ്ത് അവിടുന്ന് ഒരു പേപ്പർ, ലോൺ ക്ലോഷറിൻ്റെ ഒരു പേപ്പർ ഞങ്ങൾക്ക് തന്നു. എല്ലാം ഞങ്ങൾ ക്ലോസ് ചെയ്തു. മാതാവിൻ്റെ അനുഗ്രഹമാണോ അല്ലാതെ വേറെ ഒന്നുമല്ല. ഉറച്ച് വിശ്വസിക്കുന്നു മാതാവ് ഇത്ര ഇടപെടും. ഞങ്ങളടുത്ത് ഒന്നും ചെയ്യാനായിട്ട് നിവൃത്തിയായിരുന്ന സമയത്താണ്, കയ്യിൽ ഉണ്ടായിരുന്നതെല്ലാം ട്രീറ്റ്മെൻറ്റ് സമയത്ത് ഞങ്ങളുടെ എല്ലാം ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയി, ഞങ്ങൾക്ക് ഒന്നുമില്ലാതെ നിൽക്കുന്ന സമയത്താണ് ഈ ജപ്തി നോട്ടീസ് വരുന്നത്. എന്ത് ചെയ്യുന്നൊരു പിടുത്തം ഉണ്ടായിരുന്നില്ല. അങ്ങനെ നിൽക്കുമ്പോൾ മാതാവിൻ്റെ വലിയൊരു ഇടപെടലാണ് ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായത്. അങ്ങനെ പിന്നെ 3-ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞങ്ങൾ ഈ ഉടമ്പടി എടുക്കാനായിട്ട് വരുമ്പോൾ വൈഫിനൊരു അലർജി ആയിരുന്നു. അതായത് ശരീരത്തിൽ ഇങ്ങനെ നെറ്റിയുടെ ഇത്രയും ഭാഗം തലയിലുണ്ടായിരുന്നു, ഇത്രയും ഭാഗം ഭയങ്കര അലർജി ആയിരുന്നു. ഒന്ന് പുറത്ത് കൂടെ വരാൻ പറഞ്ഞാൽ പോലും ആൾക്ക് ഭയങ്കര വിഷമമാണ്. അതായത് പുറത്ത് നമുക്ക് അങ്ങനെ ഇറങ്ങാൻ ഭയങ്കര മടി. അങ്ങനെ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പോയി. ഉടമ്പടി തൈലം ആദ്യത്തെ ദിവസം തേച്ച് 2-ാമത്തെ ദിവസം മുതൽ അതിന് ചെറിയ വാട്ടം സംഭവിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു സംഭവം തലയിലോ നെറ്റിയിലോ ഇല്ല. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും, ഒരു പാട് പോലും ഇല്ല തലയിൽ. മാതാവിൻ്റെ അനുഗ്രഹം, മാതാവിന് 1000 നന്ദി. ഇത്രയും ചെയ്തു തന്ന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സാക്ഷ്യം ഇവിടെ സമർപ്പിക്കുന്നു.